എല്ലാവർക്കും നമസ്കാരം. ഇതാണ് അച്ചാറിടുന്നതിന് മുമ്പ് പറിച്ച് വെച്ച അമ്പഴങ്ങയുടെ ഷേപ്പ്. ഈ അമ്പഴങ്ങയാണ് ഇത് അച്ചാറിൻ്റെ രീതി ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. എല്ലാവരും അച്ചാറിട്ടതിന് ശേഷം ഒന്ന് കൂട്ടി നോക്കുക കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ അമ്പഴങ്ങ അച്ചാറാണ്. അമ്പഴങ്ങയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം അമ്പഴങ്ങ ഒരു മാസത്തോളമായി ഇത് ഉപ്പിനകത്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇതങ്ങനെ വഴങ്ങത്തില്ല, അതുകൊണ്ട് ഉപ്പിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളത്തിനകത്താണ് ഈ അമ്പഴങ്ങ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്തൊന്നും വെള്ളമൊന്നും അങ്ങനെ റെയറായിട്ടേ വരത്തുള്ളൂ. പിന്നെ അതിന് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം എണ്ണയിൽ വഴറ്റി കോരി വച്ചിരിക്കുന്നതാണ്. ഇതിന് വേണ്ട മുളക് പൊടി അതാണിത്. ഇത് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ്. ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇത് എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് നിങ്ങളിതിന് വേരിയേഷൻ കൊടുക്കുക. പിന്നെ കുറച്ച് കായം നേരത്തെ തന്നെ ഇതിനകത്തിട്ട് അപ്പോൾ വറുത്ത് പൊടിച്ച് ചേർക്കണ്ടല്ലോ. ഇനിയിപ്പം ഗ്യാസ് ഓണാക്കി അന്നേരം ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി നേരം വറുക്കാനൊക്കെയുള്ള സമയം നമുക്ക് വേസ്റ്റ് ആകത്തില്ല. ഇനി എണ്ണ ഒഴിക്കണം. ചൂടാക്കിയിട്ട് ഇനി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കടുക് പൊട്ടി ചേർന്ന് കഴിയുമ്പോൾ ഈ മുളക് പൊടി ഇടുന്ന ചെറിയ തീയിൽ വഴറ്റണം. ഒത്തിരി വാർപ്പിക്കണ്ട, ചെറിയ തോതിൽ. ഒരുവിധം ഒന്ന് ചൂടായി കഴിയുമ്പം ഉലുവാപ്പൊടി, കടുക് ഉലുവയും കൂടെ പൊടിച്ചത് ചേർത്ത് ശേഷം വറുത്ത് കോരി വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക് അതോടെ ഇടുന്നു. ഒരുവിധം ചൂടായി കഴിയുമ്പോൾ ഏകദേശം ഇത്ര ആയി കഴിയുമ്പോൾ സ്റ്റൗ ഓഫാക്കി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അമ്പഴങ്ങ സ്റ്റൗ ഓഫാണ്. ഇതിനകത്ത് വിനാഗിരിയോ അങ്ങനെയുള്ള ഒരു സാധനവും ചേർത്തിട്ടില്ല. അല്പം തിളച്ച വെള്ളത്തിനകത്താണ് ഇത് ഉപ്പിലിട്ട് വച്ചിരിക്കുന്നത്. ഇപ്പോൾ അച്ചാർ റെഡിയാണ്. പിന്നെ ശബ്ദമൊക്കെ ഇച്ചിരി കുറവായിരിക്കും, കുറച്ചൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എടുക്കുന്നതിലൊക്കെ. അപ്പം അതുകൊണ്ട് സദ്യം ക്ഷമിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ. ഇത് അമ്പഴങ്ങ വലിയ പ്രായമാകുന്നതിന് മുമ്പേ ഇപ്പോൾ കണ്ണിമാങ്ങാട് ലുക്കാണ്. പക്ഷേ ഈ അമ്പഴങ്ങ നാലായിട്ട് കീറിയിട്ടുണ്ട്. പക്ഷെ അത് ഡിസ്കണക്റ്റ് ആക്കിയിട്ടില്ല. പക്ഷേ കണ്ണിമാങ്ങാട് ഒരു ഫീല് തോന്നിക്കും നാലായിട്ട് കീറാതിരുന്നാൽ. അപ്പോൾ ഇതെല്ലാം നാലായിട്ട് കീറിയതാണ്. ആ മൂട് കൊണ്ട് ഡിസ്കണക്റ്റ് ആക്കാതെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതിപ്പം അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഇതുള്ളവരും ചന്തയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നവരും ഇത് വാങ്ങി ഇങ്ങനെ ഉപയോഗിക്കുക.